Hello everyone, Ernst Academy പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ DRDOയിൽ BSc ഡിപ്ലോമ ITI കഴിഞ്ഞവർക്കായിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 11 റിക്രൂട്ട്മെന്റ് ആണ് 2025ലെ. അതിന്റെ ഷോർട്ട് നോട്ടീസ് ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ആക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത ടൈമിൽ ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്നൊക്കെ ചോദിച്ച് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ്, അതായത് ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ. ഒന്ന് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിയും ടെക്നീഷ്യൻ എയും. ടോട്ടൽ 764 വേക്കൻസീസ് ആണ് വരുന്നത്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി എന്ന് പറയുന്നത് ലെവൽ 6 പോസ്റ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയാണ്. ടോട്ടൽ വേക്കൻസീസ് 561 ആണ്. അതേപോലെ ടെക്നീഷ്യൻ എയിലേക്ക് വരുമ്പോൾ ലെവൽ 2 പോസ്റ്റ് ആണ്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത്. 203 വേക്കൻസീസ് ആണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ടയർ എക്സാം ഉണ്ട്. അതായത് CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അപ്പം ടയർ 1 ആൻഡ് ടയർ 2 വിൽ ബി കണ്ടക്ടഡ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതേപോലെ the score of Tier 1 may be normalized as per requirement. The Tier 1 and Tier 2 consist of objective type multiple choice questions only. Tier 1 examination is for screening and Tier 2 is final selection. അതായത് നമ്മൾ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ 2 സ്റ്റേജ് എക്സാംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് CBT 1 എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് അതിൽ ക്വാളിഫൈ ആവുന്നവർക്കായിട്ടായിരിക്കും CBT 2 വരുന്നത്. അതായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് നയിക്കുന്നത്. അപ്പോൾ CBT 2ൻ്റെ മാർക്കായിരിക്കും നിങ്ങൾക്ക് ഫൈനലിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവുമോ എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ CBT 1ഉം CBT 2ഉം ഉണ്ട്. CBT 1 സ്ക്രീനിങ് ടെസ്റ്റ് ആണ്, CBT 2 ആണ് ഫൈനൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ്, അതായത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ കേസ് പറയുവാണെങ്കിൽ 2 സ്റ്റേജ് എക്സാംസ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് CBT 1ഉം CBT 2ഉം ഉണ്ട്. CBT 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. CBT 2 ആണ് നമ്മുടെ ഫൈനൽ സെലക്ഷനിലേക്ക് നോക്കുന്നത്. അപ്പം CBT 1ൽ വരുന്നത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ജനറൽ സയൻസ് തുടങ്ങിയ സബ്ജക്ട്സ് ആണ്. അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ആണ്. മാക്സിമം മാർക്ക് 120 ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ CBT 2ലേക്ക് വരുമ്പോൾ നമ്മളുടെ പോസ്റ്റ് കോഡ്, നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്തത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അത് 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 100 മാർക്കാണ്. അതിനും 90 മിനിറ്റ്സ് ആണ് ടൈം വരിക. അപ്പം സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന് 2 സ്റ്റേജ് എക്സാം ആണ്. CBT 1ഉം CBT 2ഉം. CBT 1 എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതിൽ ക്വാളിഫൈ ആവുന്നവർക്കായിരിക്കും CBT 2 എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് CBT 2ൻ്റെ മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ടെക്നീഷ്യന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ അവിടെ 2 സ്റ്റേജസ് ഉണ്ട്. അതിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് CBT എക്സാം വരുന്നത്. ആ CBT എക്സാമിൽ 2 സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻ എയും സെക്ഷൻ ബിയും. ആ സെക്ഷൻ എയിലാണ് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത്. അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ആയിരിക്കും. സെക്ഷൻ ബിയിൽ നിങ്ങളുടെ ട്രേഡ് ഏതാണോ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ ബിയിൽ വരുന്നത്. അതിന് ടോട്ടൽ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 120 മാർക്കിൻ്റെ എക്സാം 90 മിനിറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് CBT 1ൽ തന്നെ സെക്ഷൻ എയും സെക്ഷൻ ബിയും ഉണ്ടായിരിക്കും. അതിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് ടെക്നീഷ്യൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ DRDOയുടെ സൈറ്റിൽ ആക്റ്റീവ് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതിനായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ DRDOയുടെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇതിൻ്റെ എക്സാംസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠിച്ചു തുടങ്ങുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.